Good afternoon all. Today's our topic composite transformation. We already discussed about the three basic 2D transformations, scaling, rotation and translation or shifting. Okay. Then we know about there will be additionally 2D transformations like reflection and shearing, and we will discuss it in this video after the topic composite transformation. Let's begin with the composite transformation, and it is means that combination of two or more transformations will be occur consecutively or successively in a single object, or transformation of an object will be occur സക്സസീവ്ലി. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മളൊരു 10 മീറ്റർ അപ്പുറത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണ്. അതായത് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് കുറച്ച് ബിഗ് സൈസോ അല്ലെങ്കിൽ വെയിറ്റ് ഉള്ളതോ ആണെങ്കിൽ, ഇപ്പോൾ രണ്ടാൾക്കാർ അത് പൊക്കി പിടിച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 10 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് മേ ബി നമുക്ക് എന്താണ് ഒന്ന് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? 5 കിലോമീറ്റർ പ്ലസ് 5 കിലോമീറ്റർ. അപ്പം ഇവിടെ തുടർച്ചയായിട്ട് 2 ട്രാൻസ്ലേഷൻസ് ആണ് ഇവിടുത്തെ ഒരു ബിഗ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെയിം ടൈപ്പ് ഓർ ഡിഫറെൻ്റ് ടൈപ്പ്. സെയിം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ തന്നെ ഒന്നിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം. ഇത് എപ്പോഴും സെയിം ടൈപ്പ് ആവണമെന്നില്ല. അതായത് റൊട്ടേഷൻ പ്ലസ് റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ, സ്കെയിലിംഗ് പ്ലസ് സ്കെയിലിംഗ് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. സ്കെയിലിങ്ങും റൊട്ടേഷനും ആവാം, റൊട്ടേഷനും ട്രാൻസ്ലേഷനും ആവാം, ഇനി ഒന്നിൽ കൂടുതലും ആവാം. ഓക്കെ, രണ്ടിൽ കൂടുതലും ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു കോമ്പിനേഷനെയും നമ്മൾക്ക് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ട്രാൻസ്ലേഷൻ എന്നുള്ള പോയിന്റ്, സക്സസീവ് ട്രാൻസ്ലേഷൻസ് വരികയാണെങ്കിൽ നമ്മൾ ഒരു പോയിൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കലി ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു 3x3 മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലൂടെ ഹോമോജീനിയസ് വെക്റ്റേഴ്സിനെ നമുക്ക് 2D ട്രാൻസ്ഫോർമേഷൻസിൽ എല്ലാം മൾട്ടിപ്ലിക്കേറ്റീവ് കാൽക്കുലേഷനോട് കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2 ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സാണ് TX1 ആൻഡ് TY1, അതേപോലെ TX2 ആൻഡ് TY2. അപ്പോൾ ഈ 2 ട്രാൻസ്ലേഷൻസും നടക്കുന്നുണ്ട്. ആദ്യം നടക്കുന്നത് X1 ആയിരിക്കും, പിന്നെ അതിൻ്റെ പുറമെയാണ് X2 നടക്കുന്നത്. അപ്പോൾ 2 ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഒറിജിനൽ കോർഡിനേറ്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോംഡ് കോർഡിനേറ്റ്സ് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. P' = T of TX2, TY2 into T of TX1, TY1 into P. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ട്രാൻസ്ലേഷൻസ് തന്നെയാണ് കണ്ടിന്യൂസ്ലി നടന്നിട്ടുള്ളത്. ഇപ്പോൾ 5 കിലോമീറ്റർ പ്ലസ് 5 കിലോമീറ്റർ ആണെങ്കിൽ ആദ്യത്തെ 5 കിലോമീറ്റർ ആണ് പിയുടെ അടുത്തേക്ക് വരാം. പിന്നെ അതിൻ്റെ പുറമെയാണ് TX2 അല്ലെങ്കിൽ TY2 എന്നുള്ള വെക്റ്റർ വരുന്നത്. ഇവരെ നമ്മൾ 3x3 മെട്രിക്സിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് റോ എപ്പോഴും എന്താണ്, വലിയ പ്രോബ്ലം അല്ലാതെ യുണീക്കായിട്ട് അവിടെ നിൽക്കും. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആദ്യ 2 റോസിലാണ് കാര്യമായിട്ട് വ്യത്യാസം വരിക. അപ്പോൾ T2, TX2, TY2 വരുന്നുണ്ട്. അതായത് 10 TX2, 01 TY2, 001. ഇതാണ് രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഇനി TX1 ഉം TY1 ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്താണ്, ഇവർ 10 TX1 പ്ലസ് TX2 എന്നും 01 TY1 പ്ലസ് TY2 എന്നുമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ P' = ഈ അഡിറ്റീവ് മെട്രിക്സ് ഇൻറ്റു P ആണ് വരിക. അപ്പോൾ നമുക്ക് P' കിട്ടും.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത്, രണ്ട് സക്സസീവ് ഓർ കോൺസിക്യൂട്ടീവ് ട്രാൻസ്ലേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെപ്പോഴും എന്താണ്, അഡിറ്റീവാണ്. ഓക്കെ, അഡിറ്റീവാണ് എന്നുള്ളതാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ അഡിറ്റീവ് ക്വാളിറ്റിയാണ്. ഇനി റൊട്ടേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വരുന്നത് എന്താണ്, അവിടെയും അഡിറ്റീവ്നെസ് ആണ്. ഇവിടെ മെട്രിക്സ് കാണിച്ചിട്ടില്ല, മെട്രിക്സ് കൊസീക്ക് അല്ലേ, കൊസീക്ക് എക്സ് മൈനസ് സൈൻ എക്സ്, വീണ്ടും സൈൻ എക്സ്, പിന്നെ കൊസീക്ക് എക്സ്, പിന്നെ എന്താണ് 0 0, പിന്നെ ലാസ്റ്റ് റോ 0 0 1 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് റൊട്ടേഷൻസ് ഒന്നിച്ച് വരികയാണെങ്കിൽ അവരും എന്താണ്, അഡിറ്റീവാണ്. അതായത് r θ2 into r θ1 into p gives p dash. That means p dash is equal to r of θ1 plus θ2 into p. അപ്പോൾ നേരത്തെ ട്രാൻസ്ലേഷൻ കാണിച്ചതുപോലെ തന്നെ ഇവരും എന്താണ്, അഡിറ്റീവാണ്. ഓക്കെ, ഇനി ബട്ട് സ്കെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സ്കെയിലിംഗ് വെച്ചിട്ടുള്ള കോമ്പോസിറ്റ് സ്കെയിലിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവാണ്. കാരണം നേരത്തെ 0 0 tx1 അങ്ങനെയാണ് വന്നത്. ഓക്കെ, പക്ഷേ 1 0 tx1 0 1 tx2 0 0 1 അങ്ങനെയാണ് വന്നത്. പക്ഷേ സ്കെയിലിങ്ങിലേക്ക് വരുമ്പോൾ sx2 0 0 0 xy2 0 0 0 1 ഇതാണ് സ്കെയിലിംഗ് മെട്രിക്സ്. അപ്പോൾ രണ്ട് സ്കെയിലിംഗ് തുടർച്ചയായിട്ട് വന്നാൽ അവർ എങ്ങനെയാണ് വരിക, മൾട്ടിപ്ലിക്കേറ്റീവായിട്ടാണ് വരിക. അതായത് x1 ഇൻറ്റു sx2 0 0, ദെൻ നെക്സ്റ്റ് റോ 0 xy1 ഇൻറ്റു xy2 0 0 0 1. സോ ഇവർ മൾട്ടിപ്ലിക്കേറ്റീവാണ്. അപ്പോൾ നമ്മളുടെ 2D ബേസിക് ട്രാൻസ്ഫോർമേഷനിൽ സക്സസീവ്ലി സെയിം ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻസ് വരികയാണെങ്കിൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും അഡിറ്റീവ് ആകുമ്പോൾ സ്കെയിലിംഗ് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നുള്ളതിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇനി എപ്പോഴും സെയിം ടൈപ്പ് കോൺസിക്യൂട്ടീവ് വരണമെന്നൊന്നുമില്ല. കോമ്പിനേഷൻ ഓഫ് എനി ഡിഫറെൻറ്റ് ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻസ് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വരികയാണെങ്കിലും അതും എന്താണ്, കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ജനറൽ പിവോട്ട് പോയിൻ്റ് റൊട്ടേഷൻ. അതായത് ഒരു പ്രത്യേക കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒരു പോയിന്റിൽ നിന്നിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇത്ര ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ ഒറിജിനിൽ വെച്ചിട്ടുള്ള റൊട്ടേഷനാണ്. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഔട്ട് ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഒരു പിവോട്ട് പോയിൻ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ നിന്നും ആ ഒബ്ജക്റ്റിനെ, അപ്പോൾ ഈ പിക്ചർ കണ്ടില്ലേ, അവിടെ നിന്നും ഈ ഒബ്ജക്റ്റിനെ നമ്മളെന്താണ്, ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എവിടേക്ക് കൊണ്ടുവരണം, ആദ്യം ഒറിജിനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒറിജിനിലേക്ക് കൊണ്ടുവന്നു, ദെൻ അടുത്തത് അതിനെ റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും ഈ അതിൻ്റെ ഒറിജിനൽ പൊസിഷനായ പിവോട്ട് പോയിന്റിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ജനറൽ പിവോട്ട് പോയിന്റ് റൊട്ടേഷനാണ്. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അങ്ങ് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനിലേക്ക് നീങ്ങി അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇതിനെ അവിടേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ 3 സബ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ദ ഒബ്ജക്റ്റ് ടു ദ ഒറിജിൻ, then after that rotate the object from origin and retranslate the object to its original position, that is the pivot point ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരിക. കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ T1 R T2 അങ്ങനെയാണ് വരിക. ഇതിൽ T1 എന്ന് പറയുന്നത് 1 0 TX1 XR ആണ്. അതായത് ഒറിജിനിലേക്കുള്ള പിവോട്ട് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസാണ് XR YR. അപ്പോൾ TX1 TX2 ആയിട്ട് എന്തായി മാറും, XR YR ആയിട്ട് മാറും.
പിന്നെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എക്സ് കോസ് എക്സ് 0 0 0 0 1. വീണ്ടും ഇതിനെ പഴയ പൊസിഷനിലേക്ക് അങ്ങോട്ട് തന്നെ ആക്കുകയാണ്. അപ്പോൾ മൈനസ് വാല്യൂസ് അപ്ലൈ ചെയ്യണം. 1 0 മൈനസ് എസ് ആർ 0 1 minus yr 0 0 1. So this will be the composite, the multiplication of the 3 by 3 matrices. 3 matrices will gives that matrix of composite transformation. So into xy1 അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഓഫ് എക്സ് ആർ കോമ വൈ ആർ ഇൻറ്റു ആർ ഓഫ് തീറ്റ ഇൻറ്റു ടി ഓഫ് മൈനസ് എക്സ് ആർ minus yr, okay, into p which gives p dash. So ഇത് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷന് ഒരു എക്സാമ്പിൾ കൂടിയാണ്. ഇവിടെ സക്സസീവ് സെയിം ടൈപ്പ് അല്ല വന്നിട്ടുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് മനസ്സിലായല്ലോ. എന്താണ് കോമ്പിനേഷൻ ഓഫ് 2 or more transformations. Okay. In next and the last topic of our module 3 will be the reflection and the shear, which are known as the additional 2D transformations. So reflection എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് റൊട്ടേഷൻ തന്നെയാണ്. ബട്ട് ആ റൊട്ടേഷൻ ആംഗിൾ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, അതായത് 180. അതായത് ഈ മിറർ ഇമേജ് ക്രിയേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് പ്രതിബിംബം, റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുക. ഓക്കെ, എ റിഫ്ലക്ഷൻ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് പ്രൊഡ്യൂസ് എ മിറർ ഇമേജ് ഓഫ് ആൻ ഓബ്ജക്റ്റ്. ദ മിറർ ഇമേജ് ഫോർ എ 2D dimensional reflection is generated to relative to an axis of reflection by rotating the object 180 about the reflection axis. നമുക്കൊരു അച്ചുതണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ആക്സിസിൽ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊരു മിറർ ഇമേജ് ആയിട്ടാണ് റിഫ്ലക്ഷൻ വരിക. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ XY പ്ലെയിനിലെ ഏതൊരു ആക്സിസും ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ XY പ്ലെയിനിന് ഹൊറിസോണ്ടൽ ആവാം, അതായത് പാരലൽ ആവാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവാം. അതുമല്ലെങ്കിൽ ഏതൊരു ലൈനും, അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു ലൈനും എന്താവാം, ആക്സിസ് ആയിട്ട് മാറാം. അപ്പോൾ ആ ലൈനിന് എന്തുണ്ടായിരിക്കണം, ഒറിജിനുമായിട്ടൊരു ടച്ച് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റിയലായിട്ടുള്ള ആക്സിസുകളുമായിട്ട് പിന്നെ എന്താണ്, ഇവർക്കൊരു റെഫറൻസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഇത്ര അകലെ, അതായത് ബേസിക് ആയിട്ടുള്ള ആക്സിസുകളാണ്. ഇപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അല്ലെങ്കിൽ ഡയഗോണൽ, ഇങ്ങനെയുള്ള ആക്സിസുകളിൽ നിന്നാണ് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ റൊട്ടേഷൻ ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനായിട്ട് നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, മെട്രിക്സുകളും ഇക്വേഷൻസും ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ റൊട്ടേഷൻ ആണെങ്കിലും നമുക്ക് കോസ് എക്സ് സൈൻ എക്സ് ആ ഒരു റൊട്ടേഷൻ മെട്രിക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് 180 ഒരു ഫ്ലിപ്പാണ് നടക്കുക. ഏത് ആക്സിസിലാണോ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് ആ ആക്സിസിലെ വാല്യൂവിന് ചേഞ്ച് ഇല്ലാതിരിക്കുകയും അതേസമയം എന്താണ് ചില വാല്യൂസ് അവിടെ ഫ്ലിപ്പാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലിപ്പിനെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്തിട്ട് മെട്രിക്സ് വഴി കിട്ടും. വെറുതെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റൊട്ടേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല, സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. സോ നമ്മളിവിടെ ഏത് ആക്സിസ് ആണെന്നുള്ളതാണ് നമ്മൾ എടുക്കുക. ഇനി y=0 എന്നുള്ള ഒരു ലൈൻ ആണെങ്കിൽ ഇതിനെ എക്സ് ആക്സിസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. എക്സ് ആക്സിസ് വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻ്റെ മെട്രിക്സ് ആണ് 1 0 0 0 -1 0 0 0 1. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y=0. ഇപ്പോൾ ഈ ഒരു കേസിൽ എക്സ് വാല്യൂസിന് ചേഞ്ച് ഉണ്ടാവില്ല, വൈ വാല്യൂസ് എന്താവും, ഫ്ലിപ്പാവുകയും ചെയ്യും. ഓക്കെ, ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻവെർട്ടഡ്. ഓക്കെ,
അപ്പം ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ മീനിങ് എന്താണ്? വൈ ആക്സിസ് ആണ് അല്ലേ? എക്സ് 0 ആകുമ്പോൾ വൈ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതിൻ്റെ മെട്രിക്സ് -1 0 0 0 -1 0 0 0 1. അപ്പോൾ 1 0 0 -1 ഇതാണ് നമ്മളുടെ മെട്രിക്സ്. മറ്റേത് ഹോമോജീനിയസ് ആയതുകൊണ്ടാണ് ആ തേർഡ് റോ വല്ലാതെ കൺസിഡർ ചെയ്യേണ്ടത്, എപ്പോഴും 0 0 1 ആയിരിക്കും. അപ്പോൾ 1 0 0 1 രണ്ടും എന്തായി മാറും? നെഗറ്റീവ് 1കളായിട്ട് മാറും. അത്ര വ്യത്യാസമേ ഉള്ളൂ. എക്സ് ആക്സിസ് മീൻസ് y = 0 ആണെങ്കിൽ 1 0 0 -1. ഇനി എക്സ് 0 ആകുമ്പോൾ y ആക്സിസ് ആണ്, അതായത് -1 0 0 -1. ഇനി മറ്റൊരിത് വരുന്നത് y = x, വൈയും എക്സും സെയിം ആവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 0 1 0 1 0 0 0 0 1. ഓക്കെ, ഇനി y = -1 ആണെങ്കിൽ ഇതിലൊക്കെ മൈനസ് വാല്യൂസ് ആണ്, അതായത് 0 -1 0 -1 0 0 0 0 0. y = x എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ഡയഗോണലാണ്. ഡയഗോണലിൻ്റെ നെഗറ്റീവ് വാല്യൂ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു ആക്സിസാണ് റിഫ്ലക്ഷന് വേണ്ടി ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് y = -x ആയിരിക്കും. ഓക്കെ, ഇനി ഈ 4 ആക്സിസുകളിൽ നിന്നുമുള്ള മെട്രിക്സ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏത് ബേസിക് ആക്സിസ് വെച്ച് റിഫ്ലക്ഷൻ നടത്തിയാലും അതിൻ്റെ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ സപ്പോസ് എനി ജനറൽ ലൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ y = mx + b ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ XY പ്ലെയിനിലെ ഏതൊരു ലൈനിൽ നിന്നും y = mx + b എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലൈനിനെയാണ് ആക്സിസ് റിഫ്ലക്ഷന് വേണ്ടി ആക്സിസായി സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ് ആൻഡ് റിഫ്ലക്റ്റ് ട്രാൻസ്ഫോർമേഷനാണ്. അതായത് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. ആ മൊത്തം ട്രാൻസ്ഫോർമേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. എവിടെയോ നിൽക്കുന്ന ഒരു ലൈനിനെ ഏതെങ്കിലും അറിയപ്പെടുന്ന ആക്സിസിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതായത് ഒറിജിനിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ. പിന്നെ അവിടെ നിന്ന് അവരെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ദെൻ നമ്മളിപ്പോൾ ഏതോ ലൈനിനെ ഏതോ 4 എണ്ണത്തിലെ ഏതോ ഒരു ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ നിന്നുള്ള റിഫ്ലക്ഷൻ മെട്രിക്സ് ആയിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവായിട്ട് വരും. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, ഇനി കൂടെ റിഫ്ലക്ഷൻ വേണം. എവിടെ വെച്ചിട്ടാണ്? അതായത് ഇപ്പോൾ എക്സ് ആക്സിസിലേക്കാണ് ആ ലൈനിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് മെട്രിക്സ് ആണ്, എക്സ് ആക്സിസിലെ റിഫ്ലക്ഷൻ മെട്രിക്സ് ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ പങ്കുചേരുക. അപ്പോൾ ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, റിഫ്ലക്റ്റ് കോമ്പിനേഷനാണ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക ഒരു ജനറൽ ലൈനിന്, ഒരു ലൈൻ ഇക്വേഷൻ. അതേസമയം റിഫ്ലക്ഷൻ 4 ആക്സിസുകൾക്ക് വേണ്ടി ഫിക്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ആക്സിസിലേക്ക് ഒരു ജനറൽ ലൈനിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. സോ ആ ഒരു എന്തുണ്ടാവും? ആ ഒരു ഗ്യാപ്പ്, അതാണ് ആ ട്രാൻസ്ലേഷൻ വെക്ടറായിട്ട് മാറുക. പിന്നെ 180 ഡിഗ്രിയിലുള്ള റൊട്ടേഷൻ, ദെൻ റിഫ്ലക്റ്റ്. ഓക്കെ, പിന്നെ ഈ റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലൈനിൻ്റെ റൊട്ടേഷനാണ് കേട്ടോ, മനസ്സിലായല്ലോ. ആ ലൈനിന് റൊട്ടേഷൻ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, കാരണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ. സ്ട്രെയിറ്റ് ലൈൻ ട്രാൻസ്ഫോർമേഷനാണ് എന്ത് ആക്ച്വലി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അഡീഷണൽ 2D ട്രാൻസ്ഫോർമേഷനാണ്. മിറർ ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഏതെങ്കിലും ആക്സിസിൽ നിന്നുള്ള 180 ഡിഗ്രി റൊട്ടേഷനെയാണ് റിഫ്ലക്ഷൻ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു XY പ്ലെയിനിൽ 4 ബേസിക് ആക്സിസുകൾ നമുക്ക് എടുക്കാം. ഒന്ന് എക്സ് ആക്സിസ്, മറ്റേത് Y ആക്സിസ്, അല്ലെങ്കിൽ ഡയഗോണൽ XY പ്ലെയിനിലെ ഡയഗോണൽ ആക്സിസ്, അതായത് y = x. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ് y = -x.
ഈ 4 ഇതിനും റിഫ്ലക്ഷൻ മെട്രിക്സ് അവൈലബിൾ ആണ്. ഇനി ഒരു ജനറൽ ലൈൻ ആണെങ്കിൽ ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ് ആൻഡ് റിഫ്ലക്ഷൻ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്ക് റിഫ്ലക്ഷന് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. ഇനി ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഷിയർ. ഓക്കെ, ഷിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ ഷിയറിങ്ങിൽ എന്താണ് വരുന്നത്? ഇപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നത് എന്തുതന്നെയാണ്? റൊട്ടേഷനാണ് അല്ലേ? അതായത് 180 ഡിഗ്രി റൊട്ടേഷനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ഷിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രാൻസ്ലേഷൻ തന്നെയാണ്. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും ഒരു പ്രത്യേക ഇതിൽ എന്താണ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഷിയറിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തുവിന് വരുന്ന രൂപത്തിൽ വരുന്ന ചേഞ്ചിനെയാണ് ഷിയർ എന്ന് പറയുക. അപ്പം ഒരു ഒബ്ജക്റ്റിന് ഷിയർ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു കാർട്ടൂൺ ബോക്സിന് നമ്മൾ പുറമേ നിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ചപ്പി ചുളിയില്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ ഷേപ്പിന് ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഒന്ന് അങ്ങോട്ട് എന്താണ് സ്ലൈഡ് ചെയ്യും. എല്ലാ ഭാഗവും സ്ലൈഡ് ചെയ്യുമോ? ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻ വഴിയാണ്. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സിൽ ഒരുപാട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആകെ കേടുപാട് സംഭവിക്കും. ഇല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ എക്സ് മാറണമെന്നുണ്ടാവില്ല, വൈ മാത്രം മാറും. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും മാറുക എന്നതാണ്. അപ്പോൾ ഷിയർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സ് മാറും, വൈ മാറില്ല, ഒന്നെങ്കിൽ വൈ മാറില്ല, വൈ മാറും, എക്സ് മാറില്ല. അപ്പോൾ അങ്ങനെ, അതായത് ട്രാൻസ്ലേഷൻ്റെ ഒരു ഹാഫ് പോർഷനെ ഷിയർ എന്ന് പറയാം. അപ്പോൾ ഈ ഷിയർ സംഭവിക്കുമ്പോൾ ഒബ്ജക്റ്റുകൾക്ക് അതിൻ്റെ ലുക്കിൽ അല്ലെങ്കിൽ ഷേപ്പിലാണ് വ്യത്യാസം വരിക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ എർത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിൽഡിങ്ങുകൾ, മലകൾ, കുന്നുകൾ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ആകെ തകിടം മറിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ജിയോഗ്രഫിക്കലി എർത്തിൽ ഒരുപാട് ലെയേഴ്സാണ്. അപ്പോൾ അടിത്തട്ടുകളിലെ ലെയേഴ്സിന് വരുന്ന ഒരു ഫോഴ്സിൻ്റെ ബാക്കി പത്രമായിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള എല്ലാ ലെയേഴ്സിനും സ്ഥാനചലനം സംഭവിക്കുകയും അത് എല്ലാവരിലേക്കും ഇങ്ങനെ അതിൻ്റെ ആ ഫോഴ്സിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡിനനുസരിച്ചാണ് ആഫ്റ്റർ എഫക്റ്റ് വരിക. അപ്പോൾ ഈ ലെയറിന് വരുന്ന ഒരു സ്ഥാനചലനം, ഷിഫ്റ്റിങ്, അതാണ് എന്ത്? ഷിയർ. അപ്പോഴാണ് ഭൂമിയുടെ ഘടന തന്നെ മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഡിസ്റ്റോർട്ട് the shape of an object is such that the transformed shape appears as if the object were composed of internal layers that had been caused to slide over each other is called a shear. അപ്പോൾ അതാണ് ലെയേഴ്സുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നു, ഒന്നൊന്നിൻ്റെ മുകളിൽ കയറിയിരിക്കാനൊക്കെ മതി. അപ്പോൾ ഇവരുടെ ഇതെന്താണ്, ഷേപ്പിൽ മാറ്റം വരും. ഇതിനെയാണ് ഷിയർ എന്ന് പറയാം. അപ്പോൾ 2 ടൈപ്പ് ഷിയറിങ്സ് ഉണ്ട്. എന്താണ് ഷിയറിങ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഷിഫ്റ്റ് കോർഡിനേറ്റ് എക്സ് വാല്യൂ ആൻഡ് ദോസ് ഷിഫ്റ്റ് വൈ വാല്യൂസ്. ഒന്ന് എക്സ് വാല്യൂവിൽ മാത്രം വ്യത്യാസം വരുന്നതും മറ്റേത് വൈ വാല്യൂവിൽ മാത്രം വ്യത്യാസം വരുന്നതുമായ 2 ഷിയറിംഗ് ട്രാൻസ്ഫോർമേഷൻസ് ആണുള്ളത്. എക്സ് ഡയറക്ഷൻ ഷിയറിങ്ങിന് റിലേറ്റീവ് ടു എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ എക്സിൻ്റെ വാല്യൂ മാറും. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് SHX ഇൻറ്റു വൈ ആണ്. വൈ ഡാഷോ വൈ ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഷിയറിംഗ് മെട്രിക്സ് 1 SHX 0 0 1 0 0 0 1. അപ്പോൾ ഇതിനെ എക്സ് ഇൻറ്റു എക്സ് വൈ 1 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എക്സ് ഡാഷ് ഇസിക്വൽ ടു എക്സ് പ്ലസ് SHX ഇൻറ്റു വൈ. അതേപോലെ വൈ ഡാഷ് എന്ന് പറയുന്നത് വൈ തന്നെയായിരിക്കും. ഓക്കെ, ഇനി വൈ ആക്സിസിന് ഒരു റെഫറൻസോട് കൂടി
നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത ഷിയർ കേട്ടോ, എനി റിയൽ നമ്പർ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ഇൻറ്റിജർ അല്ല, ഹോൾ നമ്പർ അല്ല ഉദ്ദേശം. എന്താണ് ഷിയറിംഗ് പാരാമീറ്റർ SHXന് നമ്മളൊരു റിയൽ നമ്പർ മൈന്യൂട്ടായിട്ടുള്ള ലെയർ ചേഞ്ച് വരെ ഷേപ്പിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡെസിമൽ വാല്യൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആവാം കേട്ടോ. ഇനി എ കോർഡിനേറ്റ് പൊസിഷൻ XY ഈസ് ദെൻ ഷിഫ്റ്റഡ് ഹൊറിസോണ്ടലി ബൈ എൻ എമൗണ്ട് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ X ആക്സിസ്. X ആക്സിസിൽ നിന്ന് എത്ര തെന്നി മാറണം, അതാണ് SHSൻ്റെ പാരാമീറ്റർ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എ Y ഡയറക്ഷൻ ഷിയർ റിലേറ്റീവ് ടു X ഈസ് ഇക്വൽ ടു XREF ഇസ് ജനറേറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. Y ഡയറക്ഷനിലുള്ള ഷിയർ എന്ന് പറയുമ്പോൾ XREF ആ ഒരു, അതായത് ഒരു റെഫറൻസ് വാല്യൂം കൂടെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട്. എപ്പോഴും X ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് സംഭവം നടക്കുക. അപ്പോൾ അവരുമായിട്ട് എത്ര തെന്നി മാറിയിട്ടാണ് നിൽക്കുന്നത് അതിനെ Y ഡയറക്ഷനിലുള്ള ഷിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പം ഇവിടുത്തെ മെട്രിക്സ് 1 SHXന് പകരം 100 SHY 1 മൈനസ് SHY ഇൻറ്റു XREF. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ XY1 എന്നുള്ള P എന്നുള്ള മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് P' എന്ന X' Y' കിട്ടുകയാണ്. X' ഇവിടെ ചേഞ്ച് ഇല്ല, നേരത്തെ Y' ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് Y' ചേഞ്ച് ചെയ്യാത്തുമ്പോൾ അത് X ആക്സിസ് ആയിരുന്നു. ഇവിടെ X ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പോൾ Y ആക്സിസ് റിഫ്ലക്ഷനാണ്. ബട്ട് ഇറ്റ് വിൽ ബി എ സർട്ടൻ എമൗണ്ട് റിഫ്ലക്റ്റഡ് ഫ്രം X ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ Y' ഇസ് ഈക്വൽ ടു SHY ഇൻറ്റു X മൈനസ് XREF. ഓക്കെ, പ്ലസ് Y. ഇത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഈ മെട്രിക്സ് ആണ് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ദെൻ ഇൻറ്റു XYZ, പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, the transformation shift a coordinate position vertically by amount proportional to its distance from the reference line X is equal to XREF. അതാണ് വെർട്ടിക്കലി ആ ഷിയറിംഗ് എമൗണ്ട് ലെയറിന് സ്ഥാനചലനം വരും. പക്ഷെ അത് എപ്പോഴും റെഫർ ചെയ്യുന്ന ആക്സിസ് X is equal to XREF എന്നുള്ള ഒരു മൈന്യൂട്ട് പോയിന്റിലാണ്. ഓക്കെ, ഇത്രയാണ് ഷിയർ. അത് ഓവറായിട്ട് ബോദർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് റിഫ്ലക്ഷന് ബേസിക്കായിട്ട് 4 ആക്സിസ്, ആ 4 മെട്രിക്സുകളിൽ 4 റിഫ്ലക്ഷൻസ് പഠിക്കണം. ഓക്കെ, പിന്നെ ഷിയറിങ് 2 ടൈപ്പ്, X ആക്സിസിലും Y ആക്സിസിലും. Y ആക്സിസിലാണെങ്കിൽ കൂടെ ഒരു സർട്ടൻ എമൗണ്ട് X ആക്സിസിൽ നിന്ന് ഒരു റെഫറൻസ് കൂടെ എടുക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഷിയറിങ്. അപ്പോൾ ഒന്നുമില്ല, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരം റൊട്ടേഷൻ തന്നെയാണ്. പിന്നെ കൂടാതെ 180 ഡിഗ്രിയിലുള്ള റൊട്ടേഷനാണ്. അത് മിറർ ഇമേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മിറർ ഇമേജിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ലെഫ്റ്റ് ഹാൻഡ് പിന്നെ റൈറ്റ് ഹാൻഡായിട്ട് തോന്നും. ഒരാൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ പിന്നെ മിറർ ഇമേജ് എന്ന് പറയുന്നത് അയാൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, ഇപ്പോൾ സപ്പോസ് റൈറ്റ് ഹാൻഡ് കൊണ്ട് കഴിക്കുന്ന ആളെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഫുഡ് കഴിക്കുന്നതായിട്ടാണ് റിഫ്ലക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് 4 ടൈപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷിയറിങ് രൂപത്തിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ ലെയേഴ്സിൻ്റെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ലെയേഴ്സിൽ ട്രാൻസ്ലേഷൻ എങ്ങനെയും വരാം. ചിലപ്പോൾ എന്താണ് 2 വാല്യൂസിലും വരാം. ചിലപ്പോൾ ഒരാൾ പിന്നെ കോൺസ്റ്റൻ്റായി നിന്നുകൊണ്ട് ഒരു കോർഡിനേറ്റ് മാത്രം മാറാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇക്വേഷൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമ്മുടെ ഈ മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.